റിച്ചും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവിൽ വെച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കടുക്, കോഴിമുട്ട, ആവശ്യത്തിന് അവിൽ. ആദ്യം ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി അതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഉള്ളി ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മറ്റ് ചേരുവകളായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ച് ഇളക്കുക. വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മുട്ട പൊരിക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്കായിട്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ 2 മുട്ടയാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ കുറച്ച് വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട ഓവർ കുക്ക് ആകാതെ നോക്കുക. മുട്ട ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. അതിനുശേഷം പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് അവൽ ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഓഫ് ചെയ്തതിന് ശേഷം അവൽ ഇട്ട് ഇളക്കുക. ഇല്ലെങ്കിൽ അവൽ ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അവൽ കൊണ്ടുള്ള രുചിയേറുന്ന ഒരു വിഭവം തയ്യാറായി കഴിഞ്ഞു. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പോസ്റ്റ് ചെയ്യുക.